SFIക്കെതിരെ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. ഇത് അഭിരാജ് പറയുന്നത് പോലെ തന്നെ അഭിരാജ് ഇവിടെ ഹോസ്റ്റലിനകത്തേക്ക് വരികയും പോലീസിനോട് ആരാണെന്ന് ചോദിച്ചപ്പോൾ അഭിരാജ് പറഞ്ഞു ഞാൻ ഈ കോളേജിൻ്റെ അകത്ത് യൂണിയൻ ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിൽ വൈരമുള്ള രീതിക്ക് അഭിരാജിനെ വിളിച്ച് എല്ലാ മുറിയിലും കൊണ്ടുപോയും നീ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും SFI ആണയിട്ട് പറയുന്നു ഇതൊരു സിഗരറ്റ് പോലും വലിക്കാത്തൊരു പയ്യനാണ്. 3 കൊല്ലമായിട്ട് ഈ ക്യാമ്പസിനകത്ത് പഠിക്കുന്നു. നമ്മൾ ഒരു യൂണിയനകത്ത് മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ ക്യാമ്പസിനകത്തും ഈ ഹോസ്റ്റലിനകത്തുള്ള പിള്ളേരോടും മദ്യം പോലും കഴിക്കരുത് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡന്റും അടക്കം ഇവിടെ നിൽക്കുന്നുണ്ട്. പോലീസുമായി ഏറ്റവും നല്ല രീതിക്ക് സഹകരിച്ച് മഹസറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് പോലും ഇവിടുത്തെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡന്റുമാണ്. ആ നിലയ്ക്ക് ഈ ക്യാമ്പസിനകത്ത് കഞ്ചാവ് വേട്ട അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ വേട്ട നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കണം. ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ക്യാമ്പസിനകത്ത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അത് ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ നശിപ്പിക്കും എന്നുള്ള രീതിക്ക് പോലും കണ്ട് നല്ല രീതിക്ക് പോലീസിനോട് സഹകരിച്ച് ഈ ക്യാമ്പസിനകത്തുള്ള SFI ഈ ഏരിയക്കകത്തുള്ള SFI അടക്കം നിന്നിട്ടുണ്ട്. ഒരു സംശയം അഭിരാജായിട്ട് ആ മുറിയിൽ അവിടെ പോലീസുകാർ ഇതുമായിട്ട് നിൽപ്പുണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് കരുതുന്ന ഇത് ആ മുറിയിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അതാണ് ഞങ്ങൾ എന്റെ റൂമിൽ സെക്യൂരിറ്റി ഒരു പാടമുണ്ട്, SFIയുടെ ഒരു സെക്യൂരിറ്റി ഒരു പാടമുണ്ട്. SFIയുടെ എന്റെ റൂം കണ്ടാൽ മനസ്സിലാവും, കാരണം ഒരു പാർട്ടി പോലെയാണ് ഞാൻ ആ റൂം നോക്കുന്നത്. SFIയുടെ ഒരു പാടമുണ്ട്. ഞാൻ SFI എന്ന് പറഞ്ഞോളം തൊട്ട് പുള്ളിക്ക് എൻ്റെ അടുത്തൊരു ദേഷ്യവും നീ എന്നെ എന്തോ ചെയ്യും, നീ വലിയ യൂണിയൻ മെമ്പറാണോ, നീ വലിയ യൂണിറ്റ് അങ്ങനത്തെ ഒരു സ്വരത്തിലാണ് പുള്ളി എൻ്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങുന്നത്. ആദ്യം തൊട്ട് തന്നെ അങ്ങനെയാണ് സംസാരിച്ചത്. ഞാൻ നീ ലഹരി ഉപയോഗിക്കുന്നുണ്ട് തന്നെ പറഞ്ഞു. നിന്നെ കണ്ടാ പറയല്ലോ നീ ലഹരി ഉപയോഗിക്കുന്നു, അങ്ങനെ തന്നെ പറയുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, പിടിയിലായിട്ടുള്ള 3 പേരും അല്ല അതിന് ബാക്കിയുള്ള ഈ ഓടിപ്പോയവരാണ് ഇതിലെ യഥാർത്ഥ പ്രതികൾ? ഈ നിലക്ക് പോലീസ് ഇവിടെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സാഹചര്യത്തിനകത്ത് പോലീസിനെ കണ്ടതിന്റെ ഭാഗമായിട്ട് മഫ്റ്റിയിൽ കുറച്ച് പോലീസുകാർ വന്നിരുന്നു, അല്ലാതെ കാക്കിയിട്ടുകൊണ്ട് പോലീസുകാർ വന്നിരുന്നു. പോലീസിനെ കണ്ടിട്ട് ഹോസ്റ്റലിൽ നിന്ന് പല വിദ്യാർത്ഥികളും ഈ ആദിലും ഈ അനന്തവും അടക്കമുള്ള വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ പിടിക്കുന്നതിന് വേണ്ടി അവരെവിടെയാണെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി പോലീസ് ഇതുവരെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ വിദ്യാർത്ഥികളാണ് ഇതിന്റെ പുറകിലുള്ളത്. അഭിരാജ് അടക്കമുള്ള വിദ്യാർത്ഥികൾ നിരപരാധികളാണ്. ഇല്ലില്ല, ഞങ്ങൾ ചോദിച്ചു എവിടെ നിന്ന് എടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കടന്നതാന്നാ പറഞ്ഞത്. മറ്റു വേറെ സാറുണ്ടായിരുന്നു, ആ സാറിന്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ ബാഗിൽ നിന്നും ഉടുപ്പിൽ നിന്നും ഷർട്ടിൽ നിന്നും കിട്ടിയിട്ടില്ല, അവിടെ കടന്നതാന്നാ പറഞ്ഞത്.